ഒരു കാര്യം അർത്ഥശങ്കയ്ക്കിടയില്ലാതെ വീണ്ടും ഞാൻ പറയുന്നു, അവിടെ താമസിക്കുന്ന ഒരാളെ പോലും കുടിയിറക്കത്തില്ല. ഗുഡ് ഈവനിംഗ് ആൻഡ് വെൽക്കം. കസ്തൂരിരംഗൻ റിപ്പോർട്ട് കേരളത്തിലെ കർഷകരെ കുടിയിറക്കാൻ ശുപാർശ ചെയ്യുന്നു എന്ന പ്രചാരണത്തെ തുടർന്ന് സംസ്ഥാനത്തെ ചില മലയോര മേഖലകളിൽ ഉണ്ടായ സമരത്തിന്റെയും പ്രക്ഷോഭത്തിന്റെയും ദൃശ്യങ്ങളാണ് നാം കണ്ടത്. ഒപ്പം ആ പ്രക്ഷോഭങ്ങളും കുടിയിറക്കപ്പെടുമെന്ന് ആശങ്കിക്കുന്നവരോടുമുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണവും. ഇന്ന് രാവിലെ കോഴിക്കോട്ടുണ്ടായ മറ്റൊരു പ്രക്ഷോഭത്തിന്റെ ദൃശ്യങ്ങൾ കാണാം. ദേശീയപാത വികസനത്തിന്റെ പേരിൽ കുടിയിറക്കപ്പെടുമെന്ന് ആശങ്കിക്കുന്നവരുടെ പ്രക്ഷോഭങ്ങളെ തീവ്രവാദികളുടെ പ്രക്ഷോഭങ്ങളെന്ന് ഒരു മന്ത്രി ആക്ഷേപിക്കുന്നു. അവരെ ചില നേതാക്കളും മന്ത്രിമാരും പുലഭ്യം പറയുന്നു. കോഴിക്കോട്ട് ലീഗ് ഹൗസിന് മുന്നിൽ പൊതുമരാമത്ത് മന്ത്രി PK ഇബ്രാഹിം കുഞ്ഞിനെ സമരക്കാർ തടഞ്ഞു. ദേശീയപാത വികസനത്തിന്റെ പേരിൽ കുടിയൊഴിപ്പിക്കപ്പെടുമെന്ന് ആശങ്കിക്കുന്നവരാണ് മന്ത്രിയെ തടഞ്ഞത്. ഇതിനിടെ മന്ത്രി കുഞ്ഞാലിക്കുട്ടിയും സമരക്കാരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. മന്ത്രിമാരെ നേരിൽ കണ്ട് പ്രശ്നങ്ങൾ അറിയിക്കാനാണ് 5 ജില്ലകളിൽ നിന്നുള്ളവർ ലീഗ് പ്രവർത്തക സമിതി നടക്കുന്ന ലീഗ് ഹൗസിന് മുന്നിലെത്തിയത്. ദേശീയപാത വികസനം 30 മീറ്ററാക്കി നിജപ്പെടുത്തുക, റോഡ് വികസനത്തിന് ഏറ്റെടുക്കുന്ന സ്ഥലത്തിന് മതിയായ നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇവരുന്നയിച്ചത്. ഇതിനിടെ സ്ഥലത്തെത്തിയ മന്ത്രി ഇബ്രാഹിം കുഞ്ഞിനെ പ്രതിഷേധക്കാർ തടഞ്ഞു. ഇത് ചോദ്യം ചെയ്ത് പുറത്തെത്തിയ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ക്ഷുഭിതനായാണ് സമരക്കാരെ നേരിട്ടത്. ഇതോടെ പ്രതിഷേധക്കാരുമായി വാക്കേറ്റവുമുണ്ടായി. വിവിധ ജില്ലകളിൽ നിന്നുള്ള സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ പ്രതിഷേധവുമായി ലീഗ് ഹൗസിന് മുന്നിലെത്തി. വീടുകൾ 100 കണക്കിന് വീടുകൾ നഷ്ടപ്പെട്ട് ഞങ്ങൾ അവിടെ പോവാം. അത് ഗവൺമെന്റ് പറഞ്ഞേരട്ടെ. ഏത് കാലം തുടങ്ങിയാന്ന് വെളിയങ്കോട്ടുനിന്ന് ആണുങ്ങളായിട്ട് കുറെ വന്നു. ഇപ്പൊ ഞങ്ങളെ അവസ്ഥ ശരിക്കും ഞങ്ങൾക്ക് അനുഭവിക്കാൻ തുടങ്ങിയപ്പോ ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങി. അല്ലാണ്ട് ഞങ്ങൾ ഇറങ്ങുന്ന ആൾക്കാരൊന്നല്ല ഇതില്. ഞങ്ങളെല്ലാം വോട്ട് ചെയ്ത് ജയിപ്പിച്ച് വിട്ടിട്ടുള്ള ആൾക്കാരെ നമ്മളെ ഇപ്പൊ തിരിഞ്ഞു നോക്കുന്നില്ല. ആവശ്യങ്ങൾ പരിഗണിക്കാമെന്നും മതിയായ നഷ്ടപരിഹാരം വാങ്ങിത്തരാമെന്നും മന്ത്രി കുഞ്ഞാലിക്കുട്ടി പിന്നീട് ഉറപ്പ് നൽകിയെങ്കിലും പ്രതിഷേധക്കാർ പിരിഞ്ഞുപോയില്ല. ഇതിനിടെ ലീഗ് പ്രവർത്തകരും പ്രകടനമായി ലീഗ് ഹൗസിന് മുന്നിലെത്തിയത് വീണ്ടും സംഘർഷാവസ്ഥയുണ്ടാക്കി. ഉച്ചയോടെ സമരക്കാർ പിരിഞ്ഞുപോയപ്പോഴാണ് സംഘർഷാവസ്ഥയ്ക്ക് അയവുണ്ടാകുന്നത്. മീഡിയ 1 കോഴിക്കോട്. വിഷയത്തിൽ നമ്മോട് പ്രതികരിക്കാൻ അബ്ദുറഹ്മാൻ എടത്താണി MLA മലപ്പുറം സ്റ്റുഡിയോയിൽ, CR നീലകണ്ഠൻ ദേശീയപാത സമരസമിതി സംസ്ഥാന രക്ഷാധികാരി കൊച്ചിയിൽ നിന്ന് ചേരും. അതുപോലെ നാഷണൽ ഹൈവേ ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തക ലൈല വെളിയങ്കോട് തൃശൂർ സ്റ്റുഡിയോയിലുണ്ട്. ശ്രീരാമകൃഷ്ണൻ MLA ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം അബ്ദുറഹ്മാൻ എടത്താണിയിലേക്ക്. ശ്രീ അബ്ദുറഹ്മാൻ എടത്താണി, കഴിഞ്ഞ ദിവസം പാണക്കാട് ഹൈദരലി തങ്ങളെ കാണാൻ ദേശീയപാത സമരസമിതിയുടെ പ്രവർത്തകർ എത്തിയിരുന്നു. അദ്ദേഹത്തോട് പരിദേവനം അർപ്പിച്ചു. ഇന്ന് രാവിലെ അതേ പ്രവർത്തകർ, സ്ത്രീകളും കുട്ടികളുമടക്കം ലീഗ് ഹൗസിൽ സംസ്ഥാന പ്രവർത്തക സമിതി നടക്കുന്നതിന് തൊട്ടു മുന്നോടിയായി മന്ത്രിമാരെയും ലീഗ് നേതാക്കന്മാരെയും കാണുവാനെത്തി. അവരോട് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ പ്രകടിപ്പിച്ച സമീപനം ആത്മാർത്ഥതയുള്ളതാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ കാര്യങ്ങൾ സമരമുഖത്തൊക്കെ ആളുകൾ വന്നത് ഇന്നും ഇന്നലെയുമൊന്നുമല്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗ് പാർട്ടി തന്നെ ഒരുപാട് പരിശ്രമങ്ങൾ നടത്തിയവരാണ്. ഇവിടെ എല്ലാവരുടെയും ഈ ഭൂമി കുറക്കണമെന്നും ഏകദേശം 60 മീറ്റർ എന്നോ 45 മീറ്റർ എന്നോ ആക്കരുത്, അത് പരമാവധി എത്ര കുറച്ച് ദേശീയപാത വീതി കുറച്ച് കൊണ്ടുപോകാൻ കഴിയുമോ ആ മാർഗം തന്നെ സ്വീകരിക്കണമെന്ന് നിരന്തരമായി ആവശ്യപ്പെടുന്ന പാർട്ടിയാണ് ലീഗ്. മുസ്ലിം ലീഗിൻ്റെ കഴിഞ്ഞകാല നേതാക്കന്മാരൊക്കെ തന്നെ ആ പരിശ്രമം നടത്തിയിട്ടുണ്ട്. ഇന്നത്തെ നേതാക്കന്മാർ നടത്തുന്നുണ്ട്. നമുക്കറിയാം, ഈ ബഹുമാന്യനായ ET മുഹമ്മദ് ബഷീർ സാഹിബും വിനീതനായ ഞാനുമടക്കം ഞങ്ങൾ തന്നെ ഒരിക്കൽ ജയറാം രമേശിനെ പോയി കണ്ടിട്ടുണ്ട്. 45 മീറ്റർ ആക്കുന്ന സമയത്ത് അത് ഇനിയും കുറയ്ക്കാൻ കഴിയുമോ എന്ന് ആലോചിക്കാൻ. ഇതൊക്കെ പറയുന്നത് ലീഗ് നേതൃത്വം ശക്തമായി ഈ രംഗത്തുണ്ട്. വീതി കുറയ്ക്കണമെന്നത് മുസ്ലിം ലീഗിൻ്റെ നിലപാടാണ്. അതേ സമയത്ത് ഈ വിഷയത്തെ മറ്റൊരു രീതിയിൽ രാഷ്ട്രീയമായി വിനിയോഗിക്കാൻ ആരെങ്കിലും തയ്യാറാകുന്നുവെങ്കിൽ അത് മുസ്ലിം ലീഗ് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല.
കാരണം ഞങ്ങൾ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി പരമാവധി പരിശ്രമിക്കുന്നവരാണ്, യാതൊരു സംശയവും അതിലില്ല. പക്ഷെ അതിനപ്പുറത്ത് ഏതാനും ചില ആളുകൾ മുസ്ലിം ലീഗുകാരെന്ന വ്യാജേന മുസ്ലിം ലീഗ് ഓഫീസിൽ കയറിയിട്ട് ആ ഓഫീസിനകത്ത് അതിക്രമം കാണിക്കാൻ തുടങ്ങിയാൽ അത് മുസ്ലിം ലീഗ് പാർട്ടി വളരെ ഗൗരവപൂർവ്വം തന്നെ കാണും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇത് സംഘടനാ രംഗത്ത് സെയ്ദ് ഐദലി ശിഹാബ് തങ്ങളോട് കാര്യങ്ങൾ പറയാം, ആരും വിയോജിപ്പ് പറഞ്ഞില്ലല്ലോ. ലീഗ് ഓഫീസിൽ വന്ന് മന്ത്രിമാരോട് കാര്യങ്ങൾ പറഞ്ഞാൽ ആരും വിയോജിപ്പ് പറയില്ലല്ലോ. അതൊക്കെ പറയട്ടെ. പക്ഷെ അതിനപ്പുറം ആ സമരത്തിൻ്റെ രീതി മാറുകയും ഒരു പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ കയറി വന്ന് അവിടെ മുദ്രാവാക്യം വിളിക്കുകയും ഒക്കെ ചെയ്യുകയും അവസാനം ലീഗ് പ്രവർത്തകന്മാർ രംഗത്ത് വരുമ്പോൾ ഓടി അളിക്കുകയും ചെയ്യുന്നവർ മുസ്ലിം ലീഗുകാരല്ല. അവർക്ക് ചില താല്പര്യങ്ങളുണ്ട്. ആരാണ് അത്തരക്കാരെ അങ്ങോട്ട് എത്തിച്ചത് എന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ അവരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന് വേണ്ട രീതിയിൽ എങ്ങനെയാണ് അന്വേഷണം നടത്തേണ്ടത്. തങ്ങളെ കാണാനെത്തിയ സമരസമിതി പ്രവർത്തകർ ലീഗ് ഹൗസിലേക്ക് എത്തിപ്പെടാനുണ്ടായ സാഹചര്യം മുസ്ലിം ലീഗിന് ദേശീയപാത വിഷയത്തിൽ കൃത്യവും സുവ്യക്തവുമായ ഒരു നിലപാട് പ്രഖ്യാപിക്കാനില്ലാത്തത് കൊണ്ടല്ലേ? അല്ല, മുസ്ലിം ലീഗിന് വ്യക്തമായ നിലപാട് പ്രഖ്യാപിക്കാനില്ലാത്തത് കൊണ്ടല്ലല്ലോ. മുസ്ലിം ലീഗ് കേരളം ഭരിക്കുന്ന ഒരു പാർട്ടിയാണ്. മുസ്ലിം ലീഗ് മാത്രമല്ല ദേശീയപാതയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്. ദേശീയപാതയുടെ കാര്യത്തിൽ ദേശീയപാത എന്ന് പറയുന്നത് നാഷണൽ ഹൈവേ ആണ്. ഇവിടെ സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട്. ദേശീയപാത എന്ന് പറയുന്നത് വികസിക്കണമെന്നത് ഇവിടുത്തെ എല്ലാവരുടെയും മുമ്പിലുള്ള ഒരു അഭിപ്രായമാണ്. അതുകൊണ്ട് മുസ്ലിം ലീഗിന് വ്യക്തമായ നയം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ന് സംസ്ഥാന കമ്മിറ്റി ആ നിലപാട് വ്യക്തമായി പറഞ്ഞതും. കാരണം ഈ ദേശീയപാതയ്ക്ക് വേണ്ടി സ്ഥലമെടുപ്പ് പൂർത്തിയാകുന്ന ഘട്ടത്തിൽ അവിടെയുള്ള ഏതൊരാളെയാണ് ഒഴിപ്പിക്കുന്നത് അവർക്ക് വ്യക്തമായിട്ടുള്ള ന്യായമായ വില തന്നെ നൽകണം എന്ന് ലീഗ് അടിയുറച്ച് പറഞ്ഞതുകൊണ്ടാണ്. ഭൂമിയുടെ യഥാർത്ഥ വില കൊടുത്തല്ലാതെ ഒരാളെയും ഒഴിപ്പിക്കാൻ പാടില്ല എന്ന് മുസ്ലിം ലീഗ് ശക്തമായ നിലപാട് ഇന്ന് വ്യക്തമാക്കിയത് ലീഗിന്റെ നിലപാടാണ്. അതാണ് ലീഗ് നേതാക്കൾ. അബ്ദുറഹ്മാൻ അണ്ടത്താണ് തിരികെ എത്താം. ശ്രീരാമകൃഷ്ണൻ MLA ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീരാമകൃഷ്ണൻ, ഈ ആഴ്ച 2 തരം പ്രക്ഷോഭങ്ങൾ കേരളം കണ്ടു കഴിഞ്ഞു. ഒന്ന്, കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ടിൽ കർഷകരെ കുടിയൊഴിപ്പിക്കാനുള്ള വ്യവസ്ഥകൾ ഉണ്ട് എന്ന പ്രചാരണം മുൻനിർത്തിക്കൊണ്ട് മലയോര മേഖലകളിൽ അക്രമാസക്തമായ ഒരു സമരം. ആ സമരത്തോട് ഭരണകൂടം പ്രതികരിച്ചത് ഇങ്ങനെയാണ്: ഒരു കർഷകനെയും കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പേരിൽ കുടിയൊഴിപ്പിക്കില്ല എന്ന്. മറ്റൊരു പ്രക്ഷോഭം ഇന്നുണ്ടായത് കഴിഞ്ഞ ദിവസം പാണക്കാട് തങ്ങളുടെ അടുത്തേക്ക് ദേശീയപാത ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിദേവനവുമായി അങ്ങോട്ട് ചെന്ന് പരാതി ബോധിപ്പിച്ചു. ഇന്ന് മുസ്ലിം ലീഗ് കമ്മിറ്റി ഓഫീസിന് മുന്നിൽ പ്രവർത്തക സമിതി നടക്കുമ്പോൾ ഇതേ ആക്ഷൻ കൗൺസിൽ പ്രവർത്തകർ മന്ത്രിമാരെയും നേതാക്കളെയും കാണാൻ എത്തുന്നു. അവരോട് മറ്റൊരു സമീപനം. ആ പ്രക്ഷോഭകാരികളെ മന്ത്രി ആര്യാടൻ മുഹമ്മദ് വിളിച്ചത് തീവ്രവാദികളെന്നാണ്. തീവ്രവാദി സംഘടനകളാണ് ദേശീയപാതയ്ക്ക് എതിരായി പ്രക്ഷോഭം നടത്തുന്നത് എന്നാണ്. ഇത്തരത്തിൽ 2 സമരങ്ങൾ, 2 സമീപനങ്ങൾ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കെ പ്രതിപക്ഷത്തിന്റെ നിലപാട് ഇക്കാര്യത്തിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നു. ഗാഡ്ഗിൽ കമ്മിറ്റി കസ്തൂരി രംഗൻ റിപ്പോർട്ടുകൾ മുൻനിർത്തിയുള്ള സമരങ്ങളുടെ പേരിൽ ആ സമരങ്ങളെ പിന്തുണയ്ക്കുന്ന LDFും വിശിഷ്യ താങ്കളുടെ പാർട്ടിയായ CPMും ദേശീയപാത സമര വിഷയത്തിൽ കൃത്യമായ ഒരു നിലപാട് കൈക്കൊണ്ടിട്ടുണ്ടോ? സമരങ്ങളെ സമരങ്ങളായും അക്രമങ്ങളായും വേർതിരിച്ച് കാണുന്നതാണ് ശരിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ടും അതിനെ തുടർന്നുണ്ടായ കസ്തൂരി രംഗൻ റിപ്പോർട്ടും യഥാർത്ഥത്തിൽ വേണ്ടത്ര ചർച്ച ചെയ്യപ്പെടുകയോ അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ചോ സാമൂഹ്യമായ വരാനിരിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചോ ഒന്നും ചർച്ച ചെയ്യപ്പെടാതെ ഏകപക്ഷീയമായ ഒരു ഓഫീസ് ഓർഡറിലൂടെ അത് നടപ്പിലാക്കിയതായി പ്രഖ്യാപിച്ചതാണ് ആളുകൾക്കിടയിൽ വലിയ ആശങ്കയും ആശയക്കുഴപ്പവും സൃഷ്ടിക്കപ്പെട്ടത്. യഥാർത്ഥത്തിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ട് കേരളത്തിന്റെ 33% വരുന്ന ഭൂപ്രദേശത്തെ എങ്ങനെയാണ് ബാധിക്കുക? അത് എത്രത്തോളം ജനങ്ങൾക്കിടയിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കും? എക്കോളജിക്കൽ ഫ്രജൈൽ ലാൻഡായി പ്രഖ്യാപിച്ച മുൻകാലങ്ങളിലെ അനുഭവമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവർക്ക് സഹിക്കാനാവാത്ത തരത്തിലുള്ള നിബന്ധനകളും നിയന്ത്രണങ്ങളുമാണ് അടിച്ചേൽപ്പിക്കപ്പെട്ടിരുന്നത്. അപ്പോൾ ആ നിലയിലേക്ക് കാര്യങ്ങൾ വരുമോ തുടങ്ങിയ ആശങ്കകളുള്ള ആളുകളെ അത് വ്യക്തമാക്കി കൊടുക്കാനുള്ള പശ്ചാത്തലം പോലും ഇല്ലാതെ ഏകപക്ഷീയമായിട്ട് ഓഫീസ് ഓർഡർ ഇറക്കി. ഇപ്പോൾ പറയുന്നു അത് 4 മാസത്തേക്ക് നീട്ടിവെച്ചു പരിശോധിക്കാമെന്ന്. ഇതെന്തുകൊണ്ട് ആദ്യം ചെയ്യാമായിരുന്നില്ല? അപ്പൊ ജനങ്ങളെ തെരുവിലിറക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിന്റെ സന്തതിയായിരുന്നു ആ സമരം എന്ന് പറയുന്നത്. എന്നാൽ ആ സമരത്തിൽ ആരെങ്കിലും നുഴഞ്ഞു കയറി അക്രമം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കർശനമായ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട്, അത് അടിച്ചമർത്തേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. എന്നാൽ ഇവിടെ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. മുസ്ലിം ലീഗാണെന്നുള്ളത് കൊണ്ട് മുസ്ലിം ലീഗിന്റെ ഓഫീസിൽ കയറിയിട്ട് സമരവും പ്രക്ഷോഭവും നടത്തിയാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നുള്ള ധാരണ എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ അതിനോട് യോജിപ്പ് കാണിക്കുന്നില്ല. കാരണം ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് മാത്രമല്ല കേന്ദ്ര ഗവൺമെന്റ് തൊട്ട് നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട്. കേരളത്തിലെ ജനസാന്ദ്രതയുടെ പശ്ചാത്തലത്തിൽ അത് 30 മീറ്റർ ആക്കാൻ കഴിയുമെങ്കിൽ സഹായിക്കണമെന്നുള്ള നിരന്തരമായ ആവശ്യങ്ങളെ തള്ളിക്കളയുകയാണ് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നത്. മാത്രമല്ല ഇടക്കാലത്ത്
അത് 30 മീറ്റർ ആക്കാൻ സഹായിക്കാൻ കഴിയുമെന്നുള്ള നിലപാട് സ്വീകരിച്ച് ഓസ്കാർ ഫെർണാണ്ടസിന്റെ പ്രസ്താവന പോലും പിൻവലിക്കപ്പെടുകയാണ് ചെയ്തത്. പിന്നീട് 45 മീറ്റർ ആക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ റോഡിന്റെ വശങ്ങളിൽ താമസിക്കുന്ന ആളുകളുടെ വീട്ടിൽ ഒരു ദിവസം ചെന്നിട്ട് സർവേ നടത്തിയിട്ട് നിങ്ങൾ ഇവിടുന്ന് ഒഴിഞ്ഞു പോകേണ്ടവരാണെന്ന് പറഞ്ഞാൽ അത് വൈകാരികമായ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ആർക്കാണ് സംശയം? അതുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റ് വലിയ പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ സ്വീകരിച്ച ഒരു പൊതു സമീപനമുണ്ട്. കോറ എന്ന് പറയും. ആദ്യം കോമ്പൻസേഷൻ, പിന്നീട് അതിലെ റീഹാബിറ്റേഷൻ, അതിനുശേഷം മാത്രമാണ് അക്വിസിഷൻ. ഇവിടെ എങ്ങനെയാണ് നഷ്ടപരിഹാരം കൊടുക്കുന്നത്? എന്താണ് ഇവർക്ക് കിട്ടുന്ന പരിഹാര മാർഗങ്ങൾ? എത്രയാണ് പ്രതിഫല തുക? എവിടെയാണ് ഇവരെ പുനരധിവസിക്കുന്നത്? കേരളത്തെ പോലെയുള്ള ഒരു സ്ഥലത്ത് പാവപ്പെട്ട ആളുകൾ 8 സെന്റോ 10 സെന്റോ താമസിക്കുന്ന ആളുകൾക്ക് ഇനിയൊരു വീടുണ്ടാക്കുക എന്നുള്ളതൊരു സ്വപ്നം പോലുമല്ല. അത് ഒരിക്കലും സംഭവിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് ഉണ്ടാക്കിയൊരു വീട് പൊളിച്ചു പോകണമെന്ന് പറഞ്ഞാൽ അവർ എവിടെ വീട് വെക്കണം? ദയവായി തുടരുക. CR നീലകണ്ഠനിലേക്ക്. CR നീലകണ്ഠൻ, ഇവിടെ ശ്രീരാമകൃഷ്ണനും അബ്ദുറഹ്മാൻ രണ്ടത്താണിയും തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കി കഴിഞ്ഞു. 30 മീറ്റർ എന്ന് തന്നെയാണ് തങ്ങളുടെ പാർട്ടികളുടെ ആവശ്യം. ആ ആവശ്യത്തോട് കേന്ദ്രം അനുഭാവപൂർണമായ നിലപാട് സ്വീകരിക്കാത്തതുകൊണ്ടാണ് നിർബന്ധിതാവസ്ഥയിൽ ജനകീയ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ നിലപാടുകൾ പലപ്പോഴും സ്വീകരിക്കേണ്ടി വരുന്നതായി പറയുന്നത്. കാരണം കേന്ദ്രം ഒരു നിലപാട് സ്വീകരിക്കുന്നു, ആ നിലപാട് തിരുത്താൻ സംസ്ഥാനത്തെ പാർട്ടികൾക്ക് കഴിയുന്നില്ല എന്നാണ് ഇരുവരുടെയും വാദം. ഈ വാദത്തിൽ എത്രമാത്രം വസ്തുതയുണ്ട്? അല്ല, ഇവിടെ 2 കാര്യങ്ങളുണ്ട്. ശ്രീരാമകൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങളോട് ഒരു പരിധിവരെ, രണ്ടാമത് പറഞ്ഞ കാര്യങ്ങളോട് പൂർണ്ണമായി യോജിക്കുന്നു. വളരെ അനിശ്ചിതാവസ്ഥയിൽ ഒരു ജനതയോട് നിങ്ങൾ ഒഴിഞ്ഞു പോകണമെന്ന് വീടിനകത്ത് കുറ്റിയടിച്ചാൽ ഏത് ജനതയും പ്രതികരിക്കും. അത് ശരിയാണ്. ഇപ്പോൾ അത് ലീഗ് ഓഫീസിനകത്ത് പോയി അക്രമം കാണിച്ചു എന്ന് എനിക്കറിയില്ല. ലീഗ് ഓഫീസിൽ പോയി പരാതി പറഞ്ഞാൽ തെറ്റില്ല എന്ന് ശ്രീ രണ്ടത്താണി പറഞ്ഞു. വളരെ നല്ലത്. ലീഗ് അങ്ങനെ, കാരണം മലപ്പുറം ജില്ലയിൽ പ്രശ്നം നടക്കുമ്പോൾ മലപ്പുറം ജില്ലയിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ടതാണ്. മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ പലവട്ടം ശ്രീ ഇബ്രാഹിം കുഞ്ഞു പോലെയുള്ള ആളുകളുമായി ഞങ്ങളിത് 30 മീറ്ററിൽ നിർത്താൻ കഴിയണം എന്നും അത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തതാണ്. ശ്രീ ഓസ്കാർ ഫെർണാണ്ടസ് കേരളത്തിൽ വന്ന് പറഞ്ഞതാണ്. അത് കേരളത്തെ ഈ സംബന്ധിച്ച് പറഞ്ഞതാണ്. അത് പിന്നെ എങ്ങനെയാണ് മാറിയത്? 2 വർഷം മുമ്പ് അല്ലെങ്കിൽ 3 വർഷത്തോളം മുമ്പ് നമ്മുടെ നാട്ടിൽ സർവകക്ഷി യോഗം തീരുമാനമെടുത്തതാണ്. അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ VS അച്യുതാനന്ദനും ഇന്നത്തെ മുഖ്യമന്ത്രിയും അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ ഉമ്മൻചാണ്ടിയും അടക്കം ഇവിടെ നിന്ന് 30 മീറ്ററിൽ 4 വരി പാത നിർമ്മിക്കണം എന്ന ശുപാർശയുമായി സർവകക്ഷി സംഘം അവിടെ ചെന്നതാണ്. എല്ലാ കക്ഷികളും 30 മീറ്ററേ പറ്റൂ കേരളത്തിൽ നിന്ന് ബോധ്യപ്പെട്ടതാണ്. അതിന് സാമ്പത്തിക പ്രശ്നവുമുണ്ട്. ഇപ്പോൾ നേരത്തെ ശ്രീരാമകൃഷ്ണൻ ചോദിച്ച ചോദ്യമുണ്ട്. 1 കിലോമീറ്റർ റോഡ് നിർമ്മിക്കാൻ 15 മീറ്റർ അധിക വീതി എടുക്കണമെങ്കിൽ 4 ഏക്കർ ഭൂമി വേണം. ഞാൻ വെറുതെ കണക്ക് പറഞ്ഞതല്ല. 4 ഏക്കർ ഭൂമി കേരളത്തിലെ ദേശീയപാതയ്ക്ക് ഇരുവശവുമായി എന്ത് വിലയുണ്ടാകും എന്ന് ചോദിക്കുക. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന 4 ഏക്കർ ഭൂമി എടുത്താൽ ഏറ്റവും ചുരുങ്ങിയത് 20-25 കോടി രൂപ മുടക്കേണ്ടി വരും. ദേശീയപാത നിർമ്മിക്കാൻ 10 കോടി രൂപയും അതിന് ഭൂമി എടുക്കാൻ 25 കോടി രൂപയും പിന്നെ പുനരധിവാസത്തിനും കെട്ടിടത്തിനുമൊക്കെ വേറെ വിലയും എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കാര്യമാണോ? അതുകൊണ്ട് ഇവിടെ കേന്ദ്രമോ സംസ്ഥാനമോ ഒരു ചതി ചെയ്യുന്നുണ്ട്. എന്താ കാര്യം? ഇതിൻ്റെ യഥാർത്ഥ വില കൊടുക്കുമെന്ന് ഇവരൊരിക്കലും പറയുന്നില്ല. യഥാർത്ഥ വില കൊടുക്കണമെന്ന് ശ്രീ രണ്ടത്താണി പറഞ്ഞ അഭിപ്രായത്തോട് നമുക്ക് 45-30 അവിടെ നിൽക്കട്ടെ, കൊടുക്കണമെന്ന് അഭിപ്രായത്തോട് 30 എടുക്കുകയാണെങ്കിലും കൊടുക്കണമല്ലോ, അഭിപ്രായത്തോട് യോജിക്കുന്നു. പക്ഷേ കൊടുക്കാൻ പറ്റുമോ? കൊടുത്താൽ ഈ ദേശീയപാത വർക്കബിളല്ല, സാമ്പത്തികമായി നിലനിൽക്കില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് അത് നടക്കാത്തത് കൊണ്ട് ഇവരൊരു പാക്കേജ് പോലും ഉണ്ടാക്കുന്നതിന് മുമ്പ്, പാക്കേജിനെ പറ്റി ചിന്തിക്കുന്നതിന് മുമ്പ് സ്ഥലം ഏറ്റെടുക്കുകയാണ്. ഇവിടെ ഒരു ചോദ്യമുണ്ട്. സ്ഥലം അളക്കുകയല്ല ചെയ്തത്. യഥാർത്ഥത്തിൽ 3D നോട്ടിഫിക്കേഷൻ വരികയാണ്. ഭൂമി ഏറ്റെടുക്കുന്ന ആളുകൾക്ക് അറിയാതെ 3D നോട്ടിഫിക്കേഷൻ വന്നാൽ നിങ്ങളുടെ ഭൂമിക്ക് മേൽ നിങ്ങൾക്ക് പിന്നെ ഒരു അവകാശവുമില്ല. സർക്കാരിൻ്റെ ഭൂമിയായി അത് വിൽക്കാൻ കഴിയില്ല, അത് പണയം വയ്ക്കാൻ കഴിയില്ല, ഒരു ഗുണവുമില്ല. അപ്പോൾ അതുകൊണ്ട് നാളെ വേണ്ട എന്ന് തീരുമാനിച്ചാലും അത് കഴിയുന്നത് വരെ അവർക്ക് നിൽക്കില്ല. അതുകൊണ്ടാണ് 3D നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് കൃത്യമായും എന്താണ് നയം എന്ന് ബോധ്യപ്പെടുത്തണം. 30 മീറ്റർ കേരളത്തിൽ കൊണ്ടുവരാൻ എല്ലാ സാധ്യതകളുമുണ്ട് എന്ന് എല്ലാ മനുഷ്യർക്കും അറിയാം. മാത്രമല്ല 30 മീറ്ററിലും 45 മീറ്ററിലും വരുന്ന റോഡ് ഒരേ അളവാണ്. നമ്മളത് ആലോചിക്കണം. 4 വരി പാതയാണ്. അതുകൊണ്ട് അത്തരം ഒരു റോഡ് കേരളത്തിലെ ജനജീവിതത്തിന് ഇത് തന്നെയാണല്ലോ കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെ കുറിച്ച് പറയുന്നത്. കേരളത്തിൽ ജനസാന്ദ്രത കൂടിയതുകൊണ്ട് കസ്തൂരിരംഗൻ റിപ്പോർട്ട്, ഞാൻ അതിൻ്റെ തർക്കത്തിലേക്ക് പോലെ എനിക്കല്ല അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ കേരളത്തിൽ ജനസാന്ദ്രത കൂടിയതുകൊണ്ട് കേന്ദ്രത്തിൻ്റെ വനം പരിസ്ഥിതി നിയമം, അതാണ് കസ്തൂരിരംഗൻ പറയുന്നത്, അല്ലെങ്കിൽ ഗാഡ്ഗിൽ പറയുന്നത്, അത് മാറ്റണമെന്നാണ് ഇപ്പോൾ പറയുന്നത്. മാറ്റണമെങ്കിൽ മാറ്റാം, ഞാനത് ആ തർക്കത്തിലേക്കല്ല. കസ്തൂരിരംഗൻ റിപ്പോർട്ടും അത് നടപ്പാക്കുന്ന കേന്ദ്ര വന നിയമവും മാറ്റണമെന്ന് ആവശ്യപ്പെടുന്ന ആളുകൾ, ദേശീയപാത ഗോവയിൽ 30 മീറ്റർ മതിയല്ലോ, ആസാമിൽ 30 മീറ്റർ മതിയല്ലോ, എന്താ ഇവിടെ മാത്രം? അതുകൊണ്ട്
ദേശീയപാതയുടെ കാര്യത്തിൽ തിരികെ അബ്ദുറഹ്മാൻ രണ്ടത്താണി, ഇവിടെ CR നീലകണ്ഠൻ ചൂണ്ടിക്കാണിച്ച ഒരു സുപ്രധാന കാര്യം, ഒരു പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിക്കും മുമ്പ് സർവേ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നു. ഇത്തരത്തിൽ ഒരു 3D നോട്ടിഫിക്കേഷൻ ഇറക്കിക്കഴിഞ്ഞ് ആ സ്ഥലത്തിന്റെ ക്രയവിക്രയങ്ങൾ മരവിപ്പിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയാണ് ഭരണകൂടത്തിന്റെ ലക്ഷ്യമെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. യഥാർത്ഥത്തിൽ ഈ വിഷയത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ കൃത്യമായ നിലപാട് സ്വീകരിക്കേണ്ടത്. മലപ്പുറം ജില്ലയിൽ ഒരു നിലപാടും തൃശ്ശൂർ ജില്ലയിൽ മറ്റൊരു നിലപാടുമായി ഒരു രാഷ്ട്രീയ കക്ഷിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. മുസ്ലിം ലീഗ് ഖണ്ഡിതമായി 30 മീറ്റർ മതി ദേശീയപാതയ്ക്ക് എന്ന് തീരുമാനിച്ചാൽ അതിനുവേണ്ടി ജനങ്ങളെ സംഘടിപ്പിക്കുകയല്ലേ വേണ്ടത്? അല്ല, റോഡ് വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ ഇനിയും ഒട്ടേറെ മുന്നേറണം എന്ന അഭിപ്രായമുള്ള പൊതുപ്രവർത്തകന്മാരാണ് നമ്മളൊക്കെ. കാരണം ഒന്ന്, കേരളത്തിൽ ജനസാന്ദ്രത കൂടുന്നു. ജനസാന്ദ്രത കൂടിയതോടൊപ്പം തന്നെ കേരളത്തിലെ ജനങ്ങളുടെ വാഹനത്തോടുള്ള ഭ്രമവും കൂടുകയാണ്. നമ്മുടെ ഓരോ റോഡുകളും വാഹനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നിലവിലുള്ള റോഡുകളിൽ വാഹന അപകടങ്ങൾ വർദ്ധിക്കുകയാണ്. നല്ല റോഡുകൾ ഉണ്ടാകണം എന്നുള്ള കാര്യത്തിൽ കേരളത്തിൽ ആർക്കും രണ്ടഭിപ്രായം ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ കഴിഞ്ഞ UDF ഗവൺമെൻറ് കാലത്ത് ഡോക്ടർ MK മുനീർ എക്സ്പ്രസ് ഹൈവേ വെച്ചിരുന്നു. അന്ന് അതിനോട് നമുക്ക് പാരിസ്ഥിതികമായുള്ള ഒരുപാട് വിയോജിപ്പുകൾ പ്രകടമായി. അത് മാറ്റിവെച്ചു. വീണ്ടും 966 മുതൽ ദേശീയപാത വികസനം എന്ന സ്വപ്നം ഇവിടെ കൊണ്ടു നടക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ റോഡിൻ്റെ ഇരുഭാഗങ്ങളിലും താമസിക്കുന്ന പതിനായിരക്കണക്കിന് ആളുകളുടെ വിഷയങ്ങളെ നമ്മൾ ചെറുതായി കാണുകയല്ല. ഈ വിഷയങ്ങളിൽ എങ്ങനെ പരിഹാരമുണ്ടാക്കാൻ കഴിയുമെന്ന് നിരന്തരമായി ലീഗ് ആലോചിച്ചിട്ടുണ്ട്. ലീഗ് ഇവരോടൊപ്പം നിന്നിട്ടുണ്ട്. എന്ന് മാത്രമല്ല, 60 ആക്കിയത് 45 ആക്കണമെന്ന് പറഞ്ഞു. 45 30ലേക്ക് മാറും എന്നുള്ള ഒരു സൂചന നമുക്ക് കിട്ടി. വളരെ സന്തോഷപൂർവ്വമാണ് നമ്മളൊക്കെ എതിരേറ്റത്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരു സാമ്പത്തിക സഹായവും നൽകാൻ കഴിയില്ല. അത്തരമൊരു റോഡിനെ ഞങ്ങൾക്ക് ഒരിക്കലും സാമ്പത്തികമായി പിന്തുണയ്ക്കാനാവില്ല എന്നുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമീപനം കൂടി ഇവിടെ പ്രകടമാണ്. അങ്ങനെയാണ് 45 മീറ്റർ എന്നുള്ള രീതിയിൽ അവർ സ്ഥലമെടുപ്പ് നടത്തുന്നത്. ഞങ്ങൾക്കിവിടെ പറയാനുള്ള ഒരു കാര്യം, മെട്രോക്ക് വേണ്ടി എറണാകുളം സിറ്റിയിൽ സ്ഥലമെടുത്തു. എറണാകുളം നഗരത്തിൽ മെട്രോക്ക് സ്ഥലമെടുത്തപ്പോൾ ആ മെട്രോക്ക് വിഷയിച്ചെന്ന് വില നമുക്കൊക്കെ അറിയാം. വലിയ വിലയാണ്. 42ഉം 52ഉം ലക്ഷം രൂപ വരെ ഒരു സെന്റ് ഭൂമിക്ക് വില നിശ്ചയിച്ച സാഹചര്യങ്ങളുണ്ടായി. ഇവിടെയും നമുക്കറിയാം യഥാർത്ഥ വില എന്താണെന്ന് നിശ്ചയിക്കാൻ ഇവിടുത്തെ കലക്ടർക്ക് കഴിയും. അവിടുത്തെ ജനങ്ങളുമായി ബന്ധപ്പെട്ടാലും ആ പ്രദേശത്തെ ജനപ്രതിനിധികളുമായി ബന്ധപ്പെട്ടാലും ഒക്കെ കഴിയും. അങ്ങനെ യഥാർത്ഥ വില തന്നെ ഇവിടുത്തെ ആരാണോ സ്ഥലം വിട്ടുകൊടുക്കുന്നത് അവർക്ക് ആ രീതിയിൽ നൽകുകയും അതോടൊപ്പം തന്നെ ആർക്കെങ്കിലും താമസിക്കുന്ന ആളുകൾക്ക് അവർക്ക് പുനരധിവാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളിലൊക്കെ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ആലോചിക്കുകയും വേണമെന്ന സമീപനമാണ് മുസ്ലിം ലീഗ് പാർട്ടി ഇപ്പോഴും എടുക്കുന്ന സമീപനം. പക്ഷേ ആ സമരത്തെ ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമാണ് ദേശീയപാത വികസനത്തിന് കാതലായിട്ട് മറുപടി പറയേണ്ടത് എന്ന രീതിയിൽ ഈ ചർച്ചയെ കൊണ്ടുപോകുന്നത് ശരിയല്ല. ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രശ്നമതല്ല. ഈ പറയുന്ന ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകരിൽ പലരും ലീഗ് പ്രവർത്തകർ കൂടിയാണ്. മാത്രമല്ല, ഈ പറഞ്ഞ താങ്കളുടെ പാർട്ടിയിലെ മുൻ മന്ത്രിയായ കുട്ടി അഹമ്മദ് കുട്ടി അടക്കം നിരവധി ലീഗ് പ്രാദേശിക നേതാക്കളും സംസ്ഥാന തലത്തിലെ നേതാക്കളും ദേശീയപാത വിഷയത്തിന്റെ സമരത്തിൽ മുന്നിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഈ അർത്ഥത്തിലായിരിക്കാം ഒരുപക്ഷെ ലീഗിന് വോട്ട് ചെയ്യുന്ന ലീഗിന്റെ പ്രവർത്തകർ കൂടിയായ ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകർ ലീഗ് ഹൗസിലേക്ക് എത്തിയത്. പക്ഷേ അവരെ തീവ്രവാദികൾ എന്ന് വിളിക്കുകയാണ് ആര്യാടൻ മുഹമ്മദ് ചെയ്തതെങ്കിൽ പുലഭ്യം പറയുകയാണ് കുഞ്ഞാലിക്കുട്ടി ചെയ്തത്. അല്ല, ലീഗ് ഹൗസിൽ എത്തിയവർ മുസ്ലിം ലീഗ് പ്രവർത്തകന്മാരല്ലെന്ന് എനിക്ക് അസന്ദിഗ്ധമായി പറയാനാകും. ലീഗ് പ്രവർത്തകന്മാരാണെങ്കിൽ ലീഗിന്റെ പച്ചക്കൊടി പിടിച്ച് ലീഗ് പ്രവർത്തകന്മാരവിടെ വന്നാൽ ഓടി ഒളിക്കേണ്ടതില്ലല്ലോ. ലീഗ് പ്രവർത്തകന്മാർ ലീഗിന്റെ കൊടി പിടിച്ച ഒരു പ്രകടനം വരുന്നു കണ്ടാൽ അവിടെ നിൽക്കും. അവർ ഓടി ഒളിക്കുക ചെയ്തത്. അതിനർത്ഥം എന്താണ്? അവിടെ വന്നത് ലീഗ് പ്രവർത്തകന്മാരല്ല. ആ ലീഗ് പ്രവർത്തകന്മാരല്ലാത്ത കേരളത്തിൽ ഈ അടുത്ത കാലത്ത് പിറവിയെടുത്ത ഏതാനും ചില സംഘടനകൾ ഇതിന്റെ പിന്നിലുണ്ട് എന്ന് ഞങ്ങൾക്ക് വ്യക്തമാണ്. അത് ഏതാണെന്ന് ഇപ്പോൾ ഞങ്ങൾ പറയുന്നില്ല. ചാനൽ ചർച്ചയിലൂടെ അവരുടെ പേര് വ്യക്തമാക്കുന്നില്ല. അവരുടെ ഫോട്ടോയും അവിടെ നിങ്ങളുടെ ഓരോ ചാനലുകളിലും അവരുടെ ആ രംഗം ഒന്ന് നിങ്ങൾ പരിശോധിച്ചാൽ വ്യക്തമാകും ആരൊക്കെയാണ് അതിലുള്ളത് എന്ന്. അവിടെ മുസ്ലിം ലീഗ് പാർട്ടിക്ക് നല്ല ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതൃത്വമുള്ള സ്ഥലമാണ് ഈ വെളിയങ്കോടും പൊന്നാനിയും ഒക്കെ. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ നേതാവ് പോലും അതിന്റെ മുമ്പിൽ ഇവരോടൊപ്പം എത്തിയിട്ടില്ല. ശ്രീരാമകൃഷ്ണൻ MLA, ഇവിടെ ഓരോ ജില്ലയിലും പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരുമ്പോൾ ഓരോ രാഷ്ട്രീയ കക്ഷികളും അതത് സാഹചര്യങ്ങളുടെ നിലപാടാണ് സ്വീകരിക്കുന്നത്. സംസ്ഥാനത്തെ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് കൃത്യമായൊരു നിലപാട് സംസ്ഥാന തലത്തിൽ സ്വീകരിക്കാൻ രാഷ്ട്രീയ കക്ഷികൾ മടിക്കുന്നു. മറിച്ച് ഒരു സമന്വയത്തിൻ്റെ പാത, ജനവിരുദ്ധമായ നിലയിൽ ഒരു സമന്വയത്തിൻ്റെ പാത രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്നതായി ആക്ഷൻ കമ്മിറ്റിയും ആരോപിക്കുന്നു. കാരണം മുൻപ് നടന്ന സർവകക്ഷി യോഗത്തിൽ 30 മീറ്റർ മതി എന്ന് തീരുമാനിച്ച് വളരെ പെട്ടെന്ന് തന്നെ അടുത്ത സർവകക്ഷി യോഗത്തിൽ 45 മീറ്ററിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യുന്നു. ഇത്തരത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ കഴിയാത്ത
രാഷ്ട്രീയ കക്ഷികളുടെ നിലപാട് തന്നെ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് എതിര് നിൽക്കുന്നതല്ലേ? അല്ല, എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, നിങ്ങൾ ഈ രാഷ്ട്രീയ കക്ഷികൾ എന്ന പേരിൽ ഇങ്ങനെ സാമാന്യവൽക്കരിക്കുന്നത് എങ്ങനെയാ? ഈ രാജ്യം ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ രാഷ്ട്രീയ നേതൃത്വത്തിൽ CPIM എന്ന് പറയുന്ന എന്റെ പാർട്ടിക്കുള്ള റോൾ എത്രയുണ്ട്? ശ്രീരാമകൃഷ്ണൻ 45 മീറ്റർ ആകാം എന്ന സർവകക്ഷി യോഗത്തിൽ CPM-ഉം പങ്കെടുത്തിരുന്നു. ആദ്യഘട്ടത്തിൽ 60 മീറ്റർ ആയാൽ മാത്രമേ ഇന്ത്യയിലാകെ ദേശീയപാത സാധ്യമാവുകയുള്ളൂ എന്ന് അത് ചുരുക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ചു. കേരളത്തിന്റെ റോഡ് വികസനത്തെ തടസ്സപ്പെടുത്തുന്ന ഒരു പാർട്ടിയായി മാറാതിരിക്കുന്നതിനും ദേശീയപാത വികസനത്തിന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് ലഭിക്കുന്നതിനും 45 മീറ്ററാക്കി ചുരുക്കണമെന്നുള്ള പൊതു അഭ്യർത്ഥനയുടെ കൂടെ ഞങ്ങൾ നിന്നു. പിന്നീട് കേരളത്തിലെ പശ്ചാത്തലത്തിന്റെയും സാഹചര്യത്തിന്റെയും അടിസ്ഥാനത്തിൽ അത് 30 മീറ്റർ ആക്കണമെന്ന നിർദ്ദേശം വന്നപ്പോൾ അതിനോട് ഞങ്ങൾ യോജിച്ചു. അതിനോട് യോജിച്ചുകൊണ്ടാണ് ഓസ്കാർ ഫെർണാണ്ടസ് ഒരു നിലപാട് സ്വീകരിച്ചത്. എന്നാൽ പിന്നീട് അത് മാറ്റം വരുത്തിയത് CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചിട്ടല്ല, ഈ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചതാണ്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് അത് തീരുമാനിക്കാനിടയായിട്ട സാഹചര്യത്തെ സംബന്ധിച്ച് സൂക്ഷ്മമായി പരിശോധിക്കാതെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പൊതുവായി ഇത് പറയുന്നതിൽ യുക്തിരഹിതമായ ഒരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ദേശീയപാത വികസനത്തിന്റെ തടസ്സമായി നിൽക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഭൂമി നഷ്ടപ്പെടുന്ന ആളുകളോടുള്ള സമീപനമാണെന്നാണ് ഞാൻ ആവർത്തിക്കുന്നത്. എന്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് പല പ്രഖ്യാപിത പദ്ധതികൾക്കും സ്വീകരിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞു, കോമ്പൻസേഷൻ എത്രയാണ് കൊടുക്കാൻ പോകുന്നത്, എങ്ങനെയാണ് പുനരുദ്ധരിക്കാൻ പോകുന്നത്? ഭൂമി നഷ്ടപ്പെടുന്നവർക്ക് അവരവരുടെ പഞ്ചായത്തിൽ തന്നെ ആവശ്യമായ സ്ഥലം അക്വയർ ചെയ്തോ വിലയ്ക്ക് വാങ്ങിയോ താമസിപ്പിക്കുമോ, മാന്യമായ പ്രതിഫലം കൊടുക്കുമോ? ഇതെല്ലാം കഴിഞ്ഞിട്ട് അക്വിസിഷനിലേക്ക് വന്നാൽ ജനങ്ങളുടെ ഏറെക്കുറെ വികസനത്തിനോട് യോജിച്ചു നിൽക്കും. ഇതൊന്നുമില്ലാതെ ഏകപക്ഷീയമായിട്ട് പാവപ്പെട്ട ആളുകൾ താമസിക്കുന്നിടത്ത് വീടിനകത്ത് പോയി കുറ്റിയടിച്ചിട്ട് നാളെ മുതൽ ഇത് 3D ആയി മാറ്റിക്കഴിഞ്ഞാലുള്ള സ്വാഭാവികമായ പ്രതികരണം വരാതിരിക്കുമോ? അതിന്റെ പുറകിൽ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടാകാം. എന്തുകൊണ്ട് ഇപ്പൊ ഇതിന് പണച്ചെലവ്, CR നീലകണ്ഠൻ പറയുന്നതിന് പണച്ചെലവുണ്ടെന്നാണ്. പണച്ചെലവുണ്ടല്ലോ. ഇവിടെ 1.5 ലക്ഷം കോടി രൂപയും 2.5 ലക്ഷം കോടി രൂപയും ഒക്കെ കോർപ്പറേറ്റുകൾക്ക് ടാക്സ് ഹോളിഡേ കൊടുക്കുന്ന ഒരു ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് അല്പം പണം ചെലവഴിക്കട്ടെ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഭൂമിക്ക് വില കൂടുതലാണ്. രാജസ്ഥാനിലോ ഒറീസയിലോ ഒരു പക്ഷേ തമിഴ്നാട്ടിൽ പോലുമോ സെന്റിന് 500 രൂപയ്ക്കോ 1000 രൂപയ്ക്കോ ഭൂമി കിട്ടുമ്പോൾ കേരളത്തിൽ അത് കിട്ടുമോ? കേരളത്തിൽ ഏതെങ്കിലും കുഗ്രാമങ്ങളിൽ പോലും 50,000-ന്റെ 1 ലക്ഷത്തിന് താഴെ ഭൂമി വാങ്ങാൻ കിട്ടുമോ? ഇല്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും കേരളത്തിലെ ജനതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രയോറിറ്റി പ്രശ്നമാണ് ഭൂമി വീട് വെക്കാനുള്ളത്. അതിന് പണച്ചെലവുണ്ടാവും. അതുകൊണ്ട് കേരളത്തിലെ നാഷണൽ ഹൈവേയുടെ വികസനത്തിന് അസാധാരണമായ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. അത് പ്രത്യേകമായിട്ടൊരു പദ്ധതിയുടെ പാക്കേജ് വഴി പണം ചെലവഴിക്കേണ്ടി വരും. ദയവായി തുടരുക. CR നീലകണ്ഠൻ, ഇവിടെ ശ്രീരാമകൃഷ്ണൻ സൂചിപ്പിക്കുന്നത് ഭൂമിക്ക് വില കൂടുതലുള്ള കേരളത്തെ പോലൊരു സംസ്ഥാനത്ത് ഉയർന്ന വില ഭൂമിക്ക് നൽകിയുള്ള ഒരു പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിക്കണം. അതിന് കേന്ദ്ര സർക്കാരാണ് മുൻകൈ എടുക്കേണ്ടത്. അല്ലാതെ രാഷ്ട്രീയ കക്ഷികളെ ജനറലൈസ് ചെയ്തുകൊണ്ട് അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്നാണ് ശ്രീരാമകൃഷ്ണന്റെ വാദം. ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് ജനങ്ങൾ രാഷ്ട്രീയ കക്ഷികളുടെ മേൽക്കൈയില്ലാതെ സ്വതന്ത്രമായി സംഘടിച്ചുകൊണ്ട് ദേശീയപാത കുടിയൊഴിപ്പിക്കലിനെതിരെ സമരരംഗത്തിറങ്ങുന്നത്? യഥാർത്ഥത്തിൽ രാഷ്ട്രീയ കക്ഷികളെ ജനറലൈസ് ചെയ്ത് പറയുകയല്ല, വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ കൃത്യമായ നിലപാടില്ലായ്മയും അവരെ ജനങ്ങളെ സംഘടിപ്പിച്ച് ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടോടെ സമരരംഗത്ത് തുടരാനുള്ള അവരുടെ മടിയുമല്ലേ സ്വതന്ത്രമായി ജനങ്ങൾ സംഘടിക്കാനുള്ള കാരണം? അല്ല, ഇവിടെ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, അത് മറുപടി പറഞ്ഞേ പറ്റൂ. ഒന്ന്, ഈ നല്ല വില കൊടുക്കണം എന്ന് ശ്രീരാമകൃഷ്ണൻ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. പക്ഷേ നല്ല വില എന്ന് പറയുന്നത് പ്രായോഗികമല്ല കേരളത്തിൽ. എനിക്ക് കേന്ദ്രം കൊടുക്കുന്നതിന് ഒരു വിരോധമില്ല. പക്ഷേ 10 കോടി രൂപയുടെ റോഡ് പണിയാൻ 25 കോടി രൂപ കേന്ദ്ര സർക്കാർ നഷ്ടപരിഹാരം കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോഴും മൂലംപള്ളിയിലെ 326 കുടുംബങ്ങളിൽ 26 28 കുടുംബങ്ങളെ താമസിച്ചിട്ടുള്ളൂ. 300 കുടുംബങ്ങൾ 6 വർഷമായി ഇപ്പോഴും പുറത്താണെന്ന് ആലോചിക്കുക. അവിടെയാണ് 10,000 കുടുംബങ്ങളെ നമ്മൾ മാറ്റാൻ പോകുന്നത്. രണ്ടാമത്തെ കാര്യം, ഒരു തവണ കുടിയൊഴിക്കപ്പെട്ടവരാണ്. ഇപ്പോൾ ശ്രീരാമകൃഷ്ണൻ്റെ തന്നെ പാർട്ടി അടക്കമുള്ള പാർട്ടി എറണാകുളം ജില്ലയിൽ നാളെ നടത്താനിരുന്ന മറ്റേ ഒരു സമരം 26-ാം തീയതിയിലേക്ക് മാറ്റി വച്ചിരിക്കുന്നു. LDFിൻ്റെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിൽ ഏതാണ്ട് 30 കിലോമീറ്റർ ദൂരം 30 മീറ്ററിൽ ദേശീയപാത പണിയണം. 30 വർഷം മുമ്പ് ഏറ്റെടുത്ത 30 മീറ്ററിൽ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, 30 വർഷം മുമ്പ് ഏറ്റെടുത്തിട്ട് കേന്ദ്ര സർക്കാരിന് ഇത്ര കാലമായും പണിയാതിരുന്ന് ആ സ്ഥലം കാട് പിടിച്ച് കിടക്കുമ്പോൾ വീണ്ടും അന്ന് ഒഴിവായ ആളുകൾ വീണ്ടും വീട് വെച്ച് ഒന്ന് താമസം തുടങ്ങുമ്പോൾ വീണ്ടും അവരെ കുടിയൊഴിക്കുന്നു. അങ്ങനെ കുടിയൊഴിക്കുന്നതിനെതിരായി LDF ആണ് നടത്തുന്നത്. പ്രാദേശികമായി മിക്കവാറും പലയിടങ്ങളിലും രാഷ്ട്രീയ കക്ഷികൾ ഈ സമരത്തോടൊപ്പമുണ്ട്. പക്ഷേ സംസ്ഥാന തലത്തിൽ നേരത്തെ പറഞ്ഞ ഒരൊറ്റ കാര്യം പറയുക, എന്താണ് ഇതിൻ്റെ പാക്കേജ്, എന്തിനാണ് 45 മീറ്റർ എന്ന് തീരുമാനിച്ചതിന് ശേഷം മാത്രമേ 3D വരാവൂ എന്ന് പറയാൻ കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾ തയ്യാറാവണം. കാരണം 3D വരുന്നത് തടയുക എന്നത് തന്നെയാണ്, അത് കൃത്യമായ കാര്യമാണ്. 3D വന്നാൽ പിന്നെ മനുഷ്യനൊന്നുമില്ല.
അതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ 45 മീറ്ററാണോ 30 മീറ്ററാണോ ഏറ്റെടുക്കുന്ന ഭൂമി 30 ആണെങ്കിലും ഏറ്റെടുക്കുന്ന ഭൂമിക്ക് എന്ത് നഷ്ടപരിഹാരം കൊടുക്കും അത് പറയാൻ, അത് എന്താണെന്ന് തീരുമാനിക്കാൻ എന്താ സർക്കാരുകൾക്ക് മടി? അതിനു മുമ്പ് 3D ഉറപ്പാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, പലയിടത്തും 2ാം വട്ടം കുടിയൊഴിക്കപ്പെടുന്ന ആളുകളുണ്ട്. പല സ്ഥലത്തും ഇനി പോയാൽ വേറെ സ്ഥലമില്ലാത്തവരുണ്ട്. പകരം സ്ഥലം വാങ്ങി കേരളത്തിൽ എവിടെ വീട് വയ്ക്കുമെന്ന ചോദ്യം വളരെ പ്രധാനമാണ്. അത്തരം ഒരു സന്ദിഗ്ധ ഘട്ടത്തിലാണ് ഇവിടെ ഈ ചോദ്യങ്ങൾ ജനങ്ങൾ ചോദിക്കുന്നത്. അപ്പോഴാണ് ശ്രീ ആര്യാടൻ മുഹമ്മദിനെ പോലുള്ള ആളുകൾ തീവ്രവാദി എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ 30 മീറ്ററിൽ ദേശീയപാത പണിയണമെന്ന് തീരുമാനിച്ച സർവകക്ഷി സംഘം മുതൽ ഇപ്പോഴും 30 മീറ്ററിനെ അംഗീകരിക്കുന്ന ശ്രീ ആര്യാടൻ്റെ മുന്നണിയിലുള്ള വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടിയും അല്ലെങ്കിൽ JSSഉം ജനതാദളും JSSഉം അടക്കം ശ്രീ VM സുധീരനടക്കമുള്ള നേതാക്കൾ കൃത്യമായി എന്തുകൊണ്ട് എന്ന് പറയുന്നു. ഇവരൊക്കെ തീവ്രവാദികളാണോ? പിന്നെ ജനങ്ങൾ സമരം സ്വമേധയാ പലപ്പോഴും പല സ്ഥലത്ത് സമരത്തിന് വരുന്നുണ്ട്. കേരളത്തിലെ മിക്കവാറും സമരങ്ങൾ ഇപ്പോൾ സ്വമേധയാ വരുന്ന സമരങ്ങളാണ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയ പാർട്ടികൾ സംസ്ഥാന തലത്തിൽ തീരുമാനമെടുത്തിരുന്നുവെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പക്ഷേ അത് ചെയ്യാതിരിക്കുമ്പോൾ പ്രാദേശികമായി രാഷ്ട്രീയ പാർട്ടികൾ ഞങ്ങളുടെ ഈ സമരത്തിൻ്റെ കൂടെ വരുന്നുണ്ട്. പക്ഷേ അത് ഒരു അത് ഞങ്ങൾ കക്ഷി രാഷ്ട്രീയം ഇതിൽ കാണുന്നില്ല, ഒരിക്കലുമില്ല. പക്ഷേ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ നയത്തെക്കുറിച്ച് പറഞ്ഞു. അതിനെതിരായി നിലപാടെടുക്കാൻ ശ്രീരാമകൃഷ്ണൻ്റെ പോലുള്ള പാർട്ടികൾ ഉറച്ചു നിന്നുകൊണ്ട് തയ്യാറാവണം, ജനങ്ങൾക്കൊപ്പം നിൽക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തിരികെ താങ്കളിലേക്ക്. അബ്ദുറഹ്മാൻ രണ്ടത്താണി, തീവ്രവാദികൾ എന്ന് ഈ പ്രക്ഷോഭകാരികളെ ആക്ഷേപിക്കുമ്പോൾ കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ടിനെതിരെ മലയോര മേഖലകളിൽ നടന്ന അക്രമാസക്തമായ സമരങ്ങൾ നാം കണ്ടു. അവർക്കെതിരെ ഒരു കേസും ചാർജ് ചെയ്യില്ല എന്ന് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ് പ്രഖ്യാപിച്ചത്. ആ സമയത്താണ് ഒരു മന്ത്രിസഭാംഗം ഈ സമരം ചെയ്യുന്നവരെ ദേശീയപാതയിലെ കുടിയൊഴിപ്പിക്കലിനെതിരെ, അവരുടെ രാഷ്ട്രീയം എന്തുമായിക്കൊള്ളട്ടെ, അവരേത് പാർട്ടിക്കാരുമാവട്ടെ, അവരാർക്ക് വോട്ട് ചെയ്യുന്നവരുമാകട്ടെ, അവരെ തീവ്രവാദികളെന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നത്. ഇക്കാര്യത്തിലാണ് ഘടകകക്ഷികളുടെയും രാഷ്ട്രീയ കക്ഷികളുടെയും ഭരണവർഗത്തിൻ്റെയും മുഴുവൻ നിലപാടില്ലായ്മ നേരത്തെ CR നീലകണ്ഠൻ ചൂണ്ടിക്കാട്ടിയതുപോലെ വ്യക്തമാവുന്നത്. പല പ്രാദേശിക തലങ്ങളിലും ഒരു നിലപാട് സ്വീകരിക്കുകയും സംസ്ഥാന തലത്തിൽ സമഗ്രമായ ഒരു നിലപാടിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകേണ്ട രാഷ്ട്രീയ കക്ഷികൾ ഇക്കാര്യത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. അതേസമയം അക്രമ സമരങ്ങളെ അവരോടൊപ്പം നിന്നുകൊണ്ട് അല്ലെങ്കിൽ അവരെ പിന്തുണച്ചുകൊണ്ട് ഭരണപക്ഷമോ പ്രതിപക്ഷമോ അവരോടൊപ്പം നിൽക്കുന്നു. ഇതിൽ ഇരട്ടത്താപ്പില്ലേ? കസ്തൂരി രംഗൻ റിപ്പോർട്ടിൻ്റെ കാര്യത്തിലും ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട് വളരെ വ്യക്തമായി ഇന്ന് നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. കാരണം മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് ഒരു വേള അവിടെ ജീവിക്കുന്ന മനുഷ്യരെ മറന്നുകൊണ്ട് ജൈവികമായ കാര്യങ്ങളെക്കുറിച്ച് മാത്രം ആലോചിച്ചു. ജൈവ വൈവിധ്യത്തെ ഞങ്ങൾ ചെറുതായി കാണുന്നില്ല. പശ്ചിമഘട്ടം എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും സെൻസിറ്റീവായ 35 ജൈവ വൈവിധ്യ കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ഞങ്ങൾ ആ കാര്യം അംഗീകരിക്കുന്നു. 44 നദികൾ ഒഴുകുന്ന വളരെ പ്രധാനപ്പെട്ട 44ഓളം നദികളുടെ ഉത്ഭവം തന്നെ ആ മലനിരകളിൽ നിന്നാണ്. 1500 കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന ആ പ്രദേശം, ആ വൈവിധ്യം നിലനിർത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതേസമയത്ത് അവിടെ നിൽക്കുന്ന മനുഷ്യരുടെ വിഷയങ്ങളെ കാണാതിരുന്നുകൂടാ. കഴിഞ്ഞ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ ആ വിഷയങ്ങൾ നിരാകരിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ടാണ് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് തള്ളിക്കളയണമെന്ന് ഞങ്ങൾ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത്. അതേസമയത്ത് അതിനുശേഷം വരുന്ന റിപ്പോർട്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കസ്തൂരി രംഗൻ റിപ്പോർട്ടിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ കുറച്ചുകൂടി ലളിതമായി ചോദിച്ചാൽ, ദേശീയപാത സംരക്ഷണ നിയമപ്രകാരം ദേശീയപാതയുടെ ഇരുവശത്തുമുള്ള ഏകദേശം മീറ്ററുകളോളം സ്ഥലം, 30 മീറ്ററുകളോളം സ്ഥലം ഇപ്പോൾ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുവദിക്കുന്നില്ല. അതായത് ഒരു 2-3 ദശകങ്ങൾക്ക് ശേഷം, 10-30 വർഷങ്ങൾക്ക് ശേഷം നിലവിലുള്ള വീടുകൾ പൊളിച്ചു മാറ്റപ്പെടുകയും പുതിയ വീടുകൾ വരാതിരിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ദേശീയപാത വികസിപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് നിലവിൽ 30 മീറ്ററിൽ ദേശീയപാത വികസിപ്പിച്ചാൽ പോലും ഭാവിയിൽ വികസനം സാധ്യമാണ്. ഇത്തരത്തിൽ 30 മീറ്ററിൽ വികസനമാവാം, 30 മീറ്ററിൽ ദേശീയപാത വികസിപ്പിക്കാം എന്ന ഒരു നിലപാടാണ് ലീഗിനുള്ളതെങ്കിൽ ഈ യാഥാർത്ഥ്യം മുന്നിൽ നിർത്തിക്കൊണ്ട് ആ യാഥാർത്ഥ്യത്തിനു വേണ്ടി ജനങ്ങളെ സംഘടിപ്പിച്ച് സമരം ചെയ്താൽ താങ്കൾ മുമ്പ് സൂചിപ്പിച്ച ലീഗുകാരല്ലാത്ത ആര്യാടൻ വിശേഷിപ്പിക്കുന്ന തീവ്രവാദികളായ ആളുകൾ ഈ സമരരംഗത്തുണ്ടാവില്ലായിരുന്നല്ലോ. ലീഗിന് തന്നെ ഈ സമരം മുന്നോട്ട് നയിക്കാൻ കഴിയുമായിരുന്നില്ലേ? അല്ല, ഞാൻ പറഞ്ഞു വരട്ടെ. ഞാൻ കസ്തൂരി രംഗൻ റിപ്പോർട്ടിനോട് ജനങ്ങളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ടാണ്. കസ്തൂരി രംഗൻ റിപ്പോർട്ടിലും അതിന് പറ്റുന്ന ഏറ്റവും വലിയ അപാകത എന്ന് പറയുന്നത് അവിടെ ജീവിക്കുന്ന കർഷകരുമായി ചർച്ച ചെയ്ത് ജനങ്ങളുമായി ബന്ധപ്പെട്ട്, ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ ഈ ജൈവ വൈവിധ്യമൊക്കെ നിലനിൽക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. അവരുടെ കൂടി താല്പര്യങ്ങൾ, കർഷക താല്പര്യങ്ങൾ കൂടി ഗവൺമെൻറ് ചർച്ച ചെയ്ത് യോജിച്ചൊരു തീരുമാനമെടുക്കുന്ന അന്തരീക്ഷം ഉണ്ടാകണം. ആ രീതിയിൽ ഞങ്ങൾ അതിനോട് സഹകരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് നേരത്തെയുള്ള റിപ്പോർട്ട്
റിപ്പോർട്ട് തള്ളിക്കളഞ്ഞ് ഈ കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ കാര്യത്തിൽ ഗവൺമെന്റ് ഇനിയും ചർച്ച നടത്തിയേ അതിനെ നോട്ടിഫിക്കേഷൻ പാടുള്ളൂ എന്ന് ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞ അതുകൊണ്ടാണ്. അതേസമയത്ത് ഇതിന്റെ പേരിൽ നടക്കുന്ന അക്രമ സംഭവങ്ങളോട് ഞങ്ങൾക്ക് യോജിക്കാനാവില്ല. അതുപോലെ തന്നെ ഹർത്താലിനോട് ഞങ്ങൾക്ക് യോജിപ്പാണ്. അല്ലാതെ തന്നെ ഗവൺമെന്റിന് മുമ്പിൽ കാര്യങ്ങൾ പറയാൻ കഴിയുന്ന അന്തരീക്ഷം ഉണ്ടാകണം. അതേ സാഹചര്യം തന്നെയാണ് ഇവിടെയും നിലനിൽക്കുന്നത്. ദേശീയപാതയുടെ കാര്യത്തിലും ഞങ്ങളുടെ നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കി. ഞങ്ങൾ പറഞ്ഞല്ലോ, രാജ്യത്ത് റോഡ് വികസനം നടക്കണം. ആ റോഡ് വികസനം നടക്കുന്നതിന് അനിവാര്യമായ സാഹചര്യങ്ങൾ ഉണ്ടാകണം. കേന്ദ്രത്തിന്റെ വിഹിതം കേരളത്തിന് വിനിയോഗിക്കപ്പെടണം. ദേശീയ തലത്തിൽ കേരളത്തിൽ വികസന പ്രവർത്തനങ്ങളുടെ ഫണ്ട് ലഭ്യമാകണം. ഇപ്പോൾ ലൈല വെളിയങ്കോട് ചേരുന്നു, സമരപ്രവർത്തക ലൈല വെളിയങ്കോട്. ഇന്ന് ലീഗ് ഓഫീസിന് മുൻപിൽ പ്രതിഷേധിച്ചവർ ലീഗുകാരല്ല, അവർ മറ്റ് പാർട്ടികളിൽ നിന്ന് നുഴഞ്ഞു കയറി ലീഗുകാരെന്ന വ്യാജേന പാർട്ടി ഓഫീസിന് മുന്നിൽ വന്ന് പ്രതിഷേധിച്ച് ലീഗിനെ അപമാനിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത് എന്നാണ് അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ ആരോപണം. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അത് തെറ്റാണ് സാർ. പറയൂ ലൈല, ആരാണ് ഇന്ന് പ്രതിഷേധിച്ചത്? അത് തെറ്റാണ്. ഒരു രാജ്യത്തെ മുഴുവൻ ജനങ്ങളും കൂടിയിട്ടാണ് പ്രതിഷേധിച്ചത്. അതായത് ഇന്ന് പ്രതിഷേധിക്കാൻ എത്തിയവരിൽ മുസ്ലിം ലീഗുകാരും ഉണ്ടായിരുന്നു. മുസ്ലിം ലീഗുകാരുണ്ടായിരുന്നു, എല്ലാ പാർട്ടിക്കാരും ഉണ്ടായിരുന്നു. അബ്ദുറഹ്മാൻ രണ്ടത്താണി, താങ്കൾക്ക് മറുപടി പറയാം. അല്ല, എനിക്ക് മറുപടി പറയാനുണ്ട്. കാരണം ലൈലയാണെങ്കിലും ആരാണെങ്കിലും ശരി, ആ വെളിയങ്കോട് ഭാഗത്ത് മുസ്ലിം ലീഗിന്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകന്മാരുണ്ട്. ആ കൂട്ടത്തിൽ മുസ്ലിം ലീഗിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രവർത്തകൻ ഉണ്ടായിരുന്നു എന്ന് പറയാൻ കഴിയൂ? ഒരു സമൂഹത്തെ നയിച്ചുകൊണ്ടുവരാണല്ലോ ലീഗ് ഓഫീസിലേക്ക്. ലീഗ് ഓഫീസിലേക്ക് വരുന്ന സമയത്ത് ലീഗിന്റെ എത്ര പ്രാദേശിക നേതാക്കന്മാർ അതിനു മുമ്പിൽ ഉണ്ടായിരുന്നു? ഒന്ന് പറയട്ടെ, ഒരാളുടെ പേര് പറയട്ടെ. ലൈല, താങ്കൾക്ക് മറുപടി പറയാം. ലീഗിന്റെ പ്രാദേശിക നേതാക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ? ഷെയ്ലോക്ക് വെളിയങ്കോട്. പറയൂ. ആര്? ലൈല പറയൂ. ഷെയ്ലോക്ക് വെളിയങ്കോട്. അദ്ദേഹം ലീഗിന്റെ ഏത് നേതാവാണ്? ആരാണ്? ഷെയ്ലോക്ക് വെളിയങ്കോട്. ഷൈലോക്ക് വെളിയങ്കോട്. ഏതാണ് ഈ ലൈലോക്ക് വെളിയങ്കോട്? പാർട്ടിയുടെ ആരാണ് അവിടെ? മുസ്ലിം ലീഗ് ഭരിച്ചിരുന്ന ഒരു പഞ്ചായത്തായിരുന്നല്ലോ അവിടെ. ലീഗിന് കൃത്യമായി നല്ല രാഷ്ട്രീയ നേതൃത്വമുള്ള സ്ഥലമാണല്ലോ വെളിയങ്കോട്. നിങ്ങൾ തന്നെ ഇവിടെ ചർച്ചയിൽ പറഞ്ഞല്ലോ, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകൾ സമരമുഖത്തുണ്ടായിരുന്നു എന്ന്. ലീഗിന്റെ നേതാക്കന്മാർ ഇത്രയും കാലം മുന്നിൽ നിന്നിരുന്ന നേതാക്കന്മാരില്ലാത്ത ഒരു സംഘത്തെ ആരാണ് അങ്ങോട്ട് നയിച്ചത്? ആരാണ് സ്ത്രീകളുമായി അങ്ങോട്ട് എത്തിയത്? എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിൽ കയറി മുദ്രാവാക്യം വിളിച്ചത്? ഇവിടെ ചിലരൊക്കെ സൃഷ്ടിക്കുന്ന ഈ രാഷ്ട്രീയ നാടകം തിരിച്ചറിയാൻ ലീഗിന് എങ്ങനെയാണ് ലീഗ് ഓഫീസിലേക്ക് ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകർ എത്തിപ്പെട്ടത്? ആരാണ് നിങ്ങളെ അങ്ങോട്ട് നയിച്ചത്? പാണക്കാട് ചെന്നപ്പോ ഞങ്ങളോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. പാണക്കാട് തങ്ങൾ പറഞ്ഞു? പാണക്കാട് നിന്ന് അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടില്ലല്ലോ ആരോടും. പാണക്കാട് തങ്ങൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി ആ കാര്യങ്ങൾ വ്യക്തമാക്കുമെന്നാണ് പറഞ്ഞത്. ഞാൻ ഏതായാലും ലൈലയുമായ ഒരു ചർച്ചയ്ക്കില്ല. ഇവിടെ ചിലർക്ക് ചില താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങൾ ഒരു പക്ഷേ നിങ്ങൾക്കും ഉണ്ടാകാം. ആ താല്പര്യം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിനെ പ്രതി കൂട്ടി നിർത്താനാണെങ്കിൽ അത് നടക്കുമെന്ന് കരുതേണ്ടതില്ല. ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരെ തീവ്രവാദികൾ എന്ന് വിളിച്ചാക്ഷേപിക്കുന്ന മന്ത്രിമാരുള്ളത് കൊണ്ടാണ് ഇക്കാര്യം സമരപ്രവർത്തകരോട് ചോദിക്കേണ്ടി വന്നത്. ഞങ്ങൾക്ക് ഇതിന്റെ ഇരകളാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും വന്നത്. അല്ല, ഈ എരകൾ എന്ന പ്രയോഗം, ഈ എരകൾ എന്ന പ്രയോഗം ഉണ്ടല്ലോ, ഈ എരകൾ അങ്ങോട്ട് നയിച്ചെത്തിച്ച ചില ആളുകളുണ്ട്. ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ഈ ഇരകൾക്ക് വേണ്ടി വാദിച്ചവരാണ്. ഞാൻ ഡൽഹി വരെ പോയവരാണ്. ജയറാം രമേശിനെ കണ്ടവരാണ്. നിങ്ങൾക്കറിയോ? കേരളത്തിലെ വാർത്താ ഒന്നാം പേജിൽ വന്നിട്ടുണ്ട് 45 മീറ്റർ ആക്കണമെന്ന ആവശ്യം. E.T. മുഹമ്മദ് ബഷീർ ഞങ്ങൾക്ക് 30 മീറ്റർ മതി, 45 മീറ്റർ ഒന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. അബ്ദുറഹ്മാൻ രണ്ടത്താണി, ഒരു ഇരയുടെ താങ്കളിപ്പോൾ സൂചിപ്പിച്ച ഒരു ഇരയുടെ പ്രതികരണമാണ് പറഞ്ഞെടുത്ത്. ഞാൻ ലൈലയുമായിട്ട് സംസാരിക്കുന്നത്, ഞാൻ നിങ്ങളോടാണ് സംസാരിക്കാനുള്ളത്. എനിക്ക് പറയൂ അബ്ദുറഹ്മാൻ രണ്ടത്താണി. 30 മീറ്റർ മതി ഞങ്ങൾക്ക് റോഡ് വികസനം. എനിക്ക് നിങ്ങളോടാണ് സംസാരിക്കാനുള്ളത്. ഞങ്ങൾക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. പറയൂ അബ്ദുറഹ്മാൻ രണ്ടത്താണി. മുസ്ലിം ലീഗ് പാർട്ടി ഇക്കാര്യത്തിൽ അതിന്റെ പാർട്ടി എന്നുള്ള നിലയിൽ അതിന്റെ നിലപാടുകളുമായി കൃത്യമായി മുന്നോട്ട് പോയിട്ടുണ്ട്.
ഇവിടെ ഇത്തരം രീതിയിൽ ലീഗിന്റെ ഓഫീസിലേക്ക് ഒരു സമരം നയിച്ച് അവിടെ വന്നാൽ അത്തരം അങ്ങോട്ട് കൊണ്ടുവന്ന ആളുകളെ ഞങ്ങൾക്കറിയും, അത്തരം രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ ഞങ്ങൾക്കറിയും. തിരികെത്താം താങ്കളിലേക്ക്, രണ്ടുപേരിലേക്കും തിരികെത്താം. സി ആർ നീലകണ്ഠൻ, ഇന്ന് ലീഗ് ഓഫീസിന് മുമ്പിൽ നടന്നത് ഒരു സമരമാണോ, അതോ പാണക്കാട് താങ്കൾ തന്നെ നിർദ്ദേശിച്ചതനുസരിച്ച് ലീഗ് ഓഫീസിലേക്ക് ഈ ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകർ എത്തുകയായിരുന്നു? അല്ല, ഞാൻ അറിഞ്ഞിടത്തോളം ഞാൻ അവിടെ സ്ഥലത്തുണ്ടായിരുന്നില്ല. ഇവരെ പാണക്കാട് ശിഹാബ് അലി തങ്ങളെ കാണാൻ, പാണക്കാട് ഹൈദരാലി തങ്ങളെ കാണാൻ പോയി. അദ്ദേഹം കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ലീഗ് സംസ്ഥാന കമ്മിറ്റി ഇക്കാര്യം ചർച്ച ചെയ്ത് തീരുമാനിക്കും. കാരണം ആദ്യമായല്ല ഇവർ തങ്ങളെ കാണാൻ പോകുന്നത് എന്നതാണ് ആദ്യത്തെ കാര്യം. പല പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കുട്ടി അഹമ്മദ് കുട്ടി സാഹിബ് അടക്കം ഉള്ള നിരവധി ആളുകൾ, അതുപോലെ മന്ത്രി ഇബ്രാഹിം കുഞ്ഞ് അടക്കമുള്ള ആളുകൾ ഞങ്ങൾ പലവട്ടം ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലീഗിന് ശ്രീ രണ്ടത്താണി പറഞ്ഞതുപോലെ ലീഗിൽ ശക്തമായി 30 മീറ്റർ എന്ന അഭിപ്രായമുള്ളത് ഉണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ അത് പറയാൻ മലപ്പുറം ജില്ലയിൽ അത് പറയാൻ ലീഗ് തന്നെയാണ്, ലീഗ് നേതാക്കളോട് തന്നെയാണ് പറയേണ്ടതെന്ന് ഞാൻ വിചാരിക്കണേ. കയറി അക്രമം ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്, മുസ്ലിം ലീഗ് തന്നെയാണ്. അത് ഒന്ന് വകുപ്പ് മന്ത്രി മുസ്ലിം ലീഗിൻ്റെയാണ്, 2 മലപ്പുറം ജില്ലയിൽ സാധാരണ മനുഷ്യർക്ക് പറയാൻ പറ്റിയ ഒരു സ്ഥലം മുസ്ലിം ലീഗാണ്. ആ പാർട്ടി എന്നുള്ള നിലയ്ക്ക് അവർ പോയിട്ടുണ്ടാവാം. അങ്ങനെ ഒരു പക്ഷേ സംസ്ഥാന കമ്മിറ്റി ഇന്ന് കൂടുന്നുണ്ട് എന്നറിഞ്ഞിട്ടുണ്ടാവാം. അവിടെ പോയി പറയാൻ പറഞ്ഞു. ഇവരവിടെ പോയി ഇവർ അക്രമം ചെയ്തോന്ന് എനിക്കറിയില്ല. അക്രമം ചെയ്തെങ്കിൽ ഞാനതിനെ അംഗീകരിക്കുന്നില്ല. ഒരു പാർട്ടി ഓഫീസിൽ ആരും കയറി അക്രമം ചെയ്യാനൊന്നും പാടില്ല. ഞാൻ വിചാരിക്കുന്നത് അക്രമം ചെയ്ത് കാണില്ല. കാരണം പിന്നെ അവർ ഇരകൾ എന്ന് പറഞ്ഞാൽ ശ്രീ രണ്ടത്താണി ക്ഷമിക്കണം. കാരണം സ്വന്തം വീട് പോകുമെന്ന് ഉറപ്പുള്ള ആളുകളെ പിന്നെ ഇരകൾ എന്ന് പറയാതിരിക്കുക എങ്ങനെയാണ്? അതുകൊണ്ടാണ് അവർ ഇരകളെന്ന് പറയുന്നത്. അവരിപ്പോൾ ഏത് സമയവും സ്വന്തം വീട് പോകാം എന്ന് പറഞ്ഞാൽ, ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചല്ലോ, വീണ്ടും ഞാൻ അദ്ദേഹത്തിനോട് ഒരു നിർദ്ദേശം വയ്ക്കുന്നു. ഈ തീരുമാനം 45 മീറ്റർ 30 മീറ്റർ എന്നതും എന്താണ് പാക്കേജ് എന്നതുമായ തീരുമാനം പബ്ലിക്കാക്കി ജനങ്ങളെ അറിയിച്ച ശേഷം, ഇപ്പോൾ കസ്തൂരി രംഗൻ റിപ്പോർട്ടിൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ ജനങ്ങളെ അക്കാര്യം അറിയിച്ചതിന് ശേഷം മാത്രമേ അളവും 3D നോട്ടിഫിക്കേഷനും വരൂ എന്ന് ഉറപ്പ് പറയാൻ. സർവേ നടത്തിയപ്പോൾ കുഴഞ്ഞു വീണ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കട്ട ഒരു വീട്ടമ്മയുടെ മകളാണ് ഇന്ന് താങ്കളോട് സംസാരിച്ച ലൈല. ഇവിടെ അവരെ കൂടി അവഹേളിക്കുന്ന തരത്തിൽ, അവർക്ക് രാഷ്ട്രീയമുണ്ടോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമല്ല, താങ്കൾ അവരോട് സംസാരിക്കാൻ തയ്യാറല്ല. പക്ഷേ ഇത്തരത്തിൽ ഇരകൾ അവർ വൈകാരികമായി തന്നെയാണ് പ്രതികരിക്കുന്നത്. അതിന് പരാതി പറയാൻ പാണക്കാട്ടെത്തിയപ്പോൾ പാണക്കാട്ട് താങ്കൾ തന്നെയാണ് മന്ത്രിമാരെ കാണാൻ, ലീഗ് നേതാക്കളെ കാണാൻ ഉപദേശിച്ചത്. അതിന്റെ പ്രകാരം ലീഗ് ഓഫീസിന് മുമ്പിലെത്തിയ ഒരു ഇരയോടാണ് താങ്കൾ ഇത്തരത്തിൽ പ്രതികരിക്കുന്നത്. അല്ല, കണ്ണൂർ പാണക്കാട് തങ്ങൾ എല്ലാവരോടും ലീഗ് ഓഫീസിൽ വരാനൊന്നും പറഞ്ഞിട്ടില്ല. കണ്ണൂരിൽ ഇരകളുമായി നിങ്ങൾ AKG സെന്ററിലേക്ക് പോകുക, എറണാകുളത്ത് ഇരകളുമായി KPCC ഓഫീസിലേക്ക് പോകുമോ? എന്താ ആരും ആ ശൈലി സ്വീകരിക്കാത്തത്? കണ്ണൂരിലും ഉണ്ടല്ലോ ദേശീയപാതയുടെ ഇരകൾ. നിങ്ങൾ എന്താ AKG സെന്ററിലേക്ക് പോകാത്തത്? ഈ സമരമുഖത്തുള്ള ധീരന്മാരൊന്ന് പോകട്ടെ അങ്ങോട്ട്. അവർ പോകുന്നില്ലല്ലോ. DCC ഓഫീസിലേക്ക് പോകുന്നുണ്ടോ? അല്ലെങ്കിൽ KPCC ലീഗ് ആയതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ലീഗ് ഓഫീസിലേക്ക് എത്തിയത്. ശ്രീരാമകൃഷ്ണൻ, താങ്കൾ കണ്ടു കാണും, ഒരു ഇരയുടെ വാദമാണിത്. ഇത്തരം ഇരകളുടെ മുൻപിൽ CPM-ന് എന്താണ് പറയാനുള്ളത്? കാരണം അടുത്ത ദിവസം എറണാകുളം ജില്ലയിൽ ഒരു മനുഷ്യച്ചങ്ങല നടക്കാനിരിക്കുകയാണ് LDF-ന്റെ നേതൃത്വത്തിൽ. പ്രാദേശികമായി ഇത്തരം പ്രക്ഷോഭങ്ങളിൽ അണിനിരക്കുകയും സംസ്ഥാന തലത്തിൽ ഒരു കൃത്യമായ നിലപാട് സ്വീകരിച്ച് ജനങ്ങളെ സംഘടിപ്പിച്ച് ഒരു വലിയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകാൻ CPM-ഉം തയ്യാറാവുന്നില്ല. അല്ല, ഞങ്ങളുടെ നിലപാടാണല്ലോ ഞാൻ കഴിഞ്ഞ 2-3 തവണയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും 30 മീറ്ററിലേക്ക് ഈ കാര്യം കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള രാഷ്ട്രീയമായ ഇടപെടൽ കേന്ദ്ര ഗവൺമെന്റിൽ നടത്തണം. അതിന് തീർത്തും കഴിയാത്ത സാഹചര്യത്തിൽ റോഡ് ഏറ്റെടുക്കുമ്പോൾ ഈ പറയുന്ന നിലയിൽ നഷ്ടപരിഹാരം കൊടുത്തും ആളുകൾക്ക് ആശങ്കയകറ്റിയും പ്രയാസങ്ങളില്ലാതെയും മാന്യമായ സമയക്കുറവുകൊണ്ട് ഇടപെടുകയാണ് ശ്രീരാമകൃഷ്ണൻ. ക്ഷമിക്കണം. CR നീലകണ്ഠനിലേക്ക് ഒരിക്കൽ കൂടി. CR നീലകണ്ഠൻ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കാൻ പോവുകയാണ്. രാഷ്ട്രീയ കക്ഷികളുടെ നിലപാടിൽ അവ്യക്തതയുണ്ടെന്ന് ഇവിടെയുള്ള ചർച്ചകളിൽ തന്നെ ഏറെക്കുറെ വ്യക്തമാണ്. എന്തായിരിക്കും ഇനി ഈ സമരങ്ങളുടെ ഭാവി? എന്തായിരിക്കും രാഷ്ട്രീയ കക്ഷികളുടെ ഭാവി നിലപാടുകൾ? അല്ല, അതിപ്പോൾ ഭാവി ഞാൻ പ്രവചിക്കുന്നില്ല. സമരങ്ങളുടെ ഭാവി ഞാൻ പറയാം, രാഷ്ട്രീയ കക്ഷികളുടെ ഭാവി അവർ പറയട്ടെ. ഈ സമരങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമാണ്. കാരണം സ്വന്തം വീട് നഷ്ടപ്പെട്ട് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്ന ഒരു മനുഷ്യൻ എന്ത് ചെയ്യില്ല എന്നിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ വളരെ സമാധാനപരമായി തന്നെയാണ് ഞങ്ങൾ ഇക്കാലവും സമരം നയിച്ചു വന്നിട്ടുള്ളത്. ഞാൻ ദേശീയപാത സംരക്ഷണ സമിതിയുടെ സംസ്ഥാന ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് ആധികാരികമായി തന്നെ പറയുന്നു, ഞങ്ങളുടെ സമരത്തിൽ ഇന്ന് വരെ ഞങ്ങൾ ഒരു അക്രമമോ ഒരു ഹിംസയോ ചെയ്തിട്ടില്ല, ചെയ്യാൻ അംഗീകരിക്കില്ല. ഇതിൽ നിരവധി കക്ഷികളുണ്ട്. രണ്ടത്താണി പറഞ്ഞതുപോലെ നിരവധി കക്ഷികളും പ്രസ്ഥാനങ്ങളുമുണ്ട്. 40ഓളം സംഘടനകളുണ്ട്. ഇവരെല്ലാവരും ചേർന്ന് ഒരു ജനാധിപത്യ രീതിയിലാണ്. മാത്രമല്ല പല സ്ഥലത്തും പല കക്ഷികൾ, നേരത്തെ പറഞ്ഞതുപോലെ കൊല്ലത്ത് ഇതിൻ്റെ ചെയർമാൻ CPIയുടെ നേതാവാണ്.
എറണാകുളം ജില്ലയിൽ ഞങ്ങളുടെ സമരത്തിന് വളരെ ശക്തമായി പിന്തുണ നൽകുന്നത് ഇവിടുത്തെ LDF ആണ്. പല സ്ഥലത്തും CPIയുടെ നേതാക്കന്മാരുണ്ട്, CPM നേതാക്കന്മാരുണ്ട്, DYFI പ്രവർത്തകർ ഞങ്ങളുടെ കൂടെയുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് യൂത്ത് ലീഗ് പ്രവർത്തകരുണ്ട്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. അതുകൊണ്ട് ഇവർക്കൊക്കെ നാളെ മറുപടി പറയാതെ മുമ്പോട്ട് പോകാനാവില്ല എന്ന അവസ്ഥയുണ്ട്. ഞാൻ പ്രതീക്ഷിക്കുന്നത് തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും രാഷ്ട്രീയ കക്ഷികൾ തീരുമാനമെടുക്കണമെന്നാണ്. മറിച്ച് ഈ പറഞ്ഞ പാവങ്ങളെ തെരുവിലിറക്കാൻ 3D നോട്ടിഫിക്കേഷൻ അടിക്കുകയാണെങ്കിൽ അപ്പോൾ ദേശീയപാതയിൽ ഇരകളാക്കപ്പെടുന്ന മനുഷ്യർക്ക് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് പ്രതികരിച്ചതിന് ശ്രീ അബ്ദുറഹ്മാൻ എടത്താണി, ശ്രീരാമകൃഷ്ണൻ MLA, ലൈല വെളിയങ്കോട് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു.